അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമവും KSK ആലപ്പാട് അനുസ്മരണവും ഇന്ന് രാവിലെ 10-ന് സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്നു. ഗൗരവപൂർണമായി റേഡിയോ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ശ്രോതാക്കളുടെ കൂട്ടായ്മയായ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി റേഡിയോ എന്ന മാധ്യമത്തെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു വരികയാണ്. പ്രക്ഷേപണ കലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കൂടുതൽ കരുത്തോടെ മുന്നേറുവാനുള്ള പാത തെളിയിക്കുവാനായി ഒത്തൊരുമിച്ച പരിപാടിയിൽ തൃശൂർ, കൊച്ചി ആകാശവാണി നിലയങ്ങളിലെ പ്രക്ഷേപകരും ശ്രോതാക്കളോടൊപ്പം ചേർന്നു. AKRLAയുടെ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അധ്യക്ഷനായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ്. തൃശൂർ ആകാശവാണി നിലയം പ്രോഗ്രാം മേധാവി ജയ CR വിശിഷ്ട അതിഥിയായിരുന്നു. കേരളത്തിലെ റേഡിയോ ശ്രോതാക്കളെ ആദ്യമായി ഒരുമിപ്പിക്കുകയും അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന് തുടക്കമിടുകയും ചെയ്ത KSK ആലപ്പാട് അനുസ്മരണ പ്രഭാഷണം തൃശൂർ ആകാശവാണി മുൻ പ്രക്ഷേപകൻ KR ചാർലി നിർവഹിച്ചു. തൃശൂർ ആകാശവാണി സീനിയർ ആർട്ടിസ്റ്റും തത്വമസി അവാർഡ് ജേതാവുമായ ഡോക്ടർ K ജയകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അഞ്ജു P അർജുനൻ, തൃശൂർ ആകാശവാണി സീനിയർ അനൗൺസർ YS പൗർണമി, AKRLA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പനമണ്ണ, ആകാശവാണി കൊച്ചി ടെക്നിക്കൽ വിഭാഗം D രാധാകൃഷ്ണപിള്ള, AKRLA സംസ്ഥാന ട്രഷറർ ഉമ്മർ എടപ്പാൾ, AKRLA മലപ്പുറം പ്രസിഡന്റ് കുഞ്ഞാണി തെഞ്ചേരി, AKRLA പാലക്കാട് പ്രസിഡന്റ് മുരളീധരൻ V ചേരാമംഗലം, AKRLA തൃശൂർ സെക്രട്ടറി ഗിരീഷ് ചിറ്റണ്ട, AKRLA സംസ്ഥാന കമ്മിറ്റി അംഗം ശരവണൻ പാടൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. AKRLA ജോയിന്റ് സെക്രട്ടറി MP പൗലോസ് മാസ്റ്റർ സ്വാഗതവും AKRLA തൃശൂർ പ്രസിഡന്റ് സുന്ദരൻ അണ്ടത്തോട് നന്ദിയും പറഞ്ഞു. കേൾവിയുടെ ജാലകം സമ്മാനിച്ച സൗഹൃദത്തിന്റെ നറുനിലാവെട്ടത്തിലേക്ക് നിരവധി ശ്രോതാക്കളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നത്. ആദ്യകാലം മുതൽക്കുള്ള റേഡിയോകളുടെ പ്രദർശനവും ചടങ്ങിനെ വ്യത്യസ്തമാക്കി. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് 1930 കാലഘട്ടം മുതലേ ഉള്ള വാലു റേഡിയോസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രോതാക്കൾക്ക് കാണാനുള്ളൊരു അവസരം, വരും തലമുറയ്ക്ക് കാണാനുള്ള അവസരം നമ്മൾ നൽകിയിരിക്കുന്നു. വാലു റേഡിയോ, ട്രാൻസിസ്റ്റർ റേഡിയോ, അതിനുശേഷം ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന ചെറിയ റേഡിയോകൾ. പിന്നെ 1902 നിർമ്മിച്ച് ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ഡംഡം USA നിർമ്മിതമായിട്ടുള്ള കപ്പൽ മാർഗം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ഗ്രാംഫോണാണ് പ്രദർശനത്തിന് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ തലമുറയെ പരിചയപ്പെടുത്തുക. ആ ഗ്രാംഫോണിന് കറണ്ടിൻ്റെ ആവശ്യമില്ല, മറ്റ് എനർജിയുടെ ഒന്നും ആവശ്യമില്ലാതെ കാലത്ത് കമ്പ്രാന്തലിൻ്റെ വെളിച്ചത്തിൽ, ചിമ്മിണിയുടെ വെളിച്ചത്തിൽ, റാന്തലിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പൂർവികർ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഗ്രാംഫോൺ. കേരള പ്രണാമൻ ന്യൂസ്, തൃശൂർ.